നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഈ ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ ചെറിയൊരു മെഡിറ്റേഷൻ സെഷൻ ചെയ്തുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം ആരംഭിക്കാം. കണ്ണുകളടച്ച് ശാന്തമായിരിക്കൂ. ഭൂമിയോടും അന്തരീക്ഷത്തോടും എല്ലാം കൃതജ്ഞത മനസ്സുകൊണ്ട് അറിയിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഹൃദയത്തിൽ നിന്നും സ്നേഹം പൂർണ്ണമായും പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായി അനുഭവിക്കും. ഭൂമിയിൽ നിന്നും ഹീലിംഗ് എനർജി ശരീരത്തെ റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായി അനുഭവിക്കും. കാൽ തൊട്ട് തല വരെയുള്ള ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒന്ന് നിരീക്ഷിക്കൂ. എല്ലാ ഭാഗങ്ങളും പരിപൂർണമായും റിലാക്സ് ചെയ്തതായി അനുഭവിക്കൂ. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ കുറച്ചു നേരം ധ്യാനത്തിലിരിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. ഇപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഡയറിയിൽ രേഖപ്പെടുത്തൂ. ഈ മെഡിറ്റേഷൻ 1 മണിക്കൂർ വരെ നമുക്ക് തുടർന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. അതിനുശേഷം ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. ദിവസത്തിൽ എത്ര പ്രാവശ്യം വേണമെങ്കിൽ ചെയ്യാം. 1 മണിക്കൂർ വരെ ആണ് അത് ചെയ്യാൻ നമുക്ക് നിഷ്കർഷിച്ചുള്ളത്. കാരണം അതിൽ കൂടുതലാകുമ്പോൾ നമ്മുടെ തലച്ചോറിന് സമ്മർദ്ദം വരുന്നു. അതുകൊണ്ടാണത്. അപ്പോൾ മെഡിറ്റേഷനിലൂടെ നമ്മൾ കൈവരിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ ഏറ്റവും ഉയർന്ന വേർഷനായിട്ടുള്ള യൂണിഫൈഡ് പേഴ്സണാലിറ്റിയാണ്. മെഡിറ്റേഷന് ശേഷം നമ്മൾ പ്രവർത്തിക്കുന്നത് ആ യൂണിഫൈഡ് പേഴ്സണാലിറ്റിയുടെ തലത്തിൽ ആയിരിക്കണം എന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു.
സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും വരുന്ന ആ ഫ്ലോ ഉൾക്കൊണ്ടുകൊണ്ട് സർവചരാചരങ്ങളെയും സ്നേഹത്തിൻ്റെ വലയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കണം. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളെയും നമ്മൾ ജീവിതത്തിൽ ഓരോ പ്രവൃത്തിയിലും സ്നേഹത്തോടു കൂടിയിട്ട് പരിഗണിച്ചു വേണം നമുക്ക് പ്രവർത്തിക്കാൻ. അപ്പോൾ അതിന് രാവിലെ തന്നെ മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം ശരീരത്തിലെ ഓരോ ഭാഗങ്ങളെയും ശ്രദ്ധിക്കുന്ന രീതിയിൽ വളരെ ലഘുവായിട്ട് ചില എക്സസൈസസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്യുന്നത് എന്നുള്ള ആ ബോധം ശരീരത്തിലെ ഓരോ കോശങ്ങൾക്കും ഉണ്ടാവും. നമ്മുടെ ഈ യാത്രയിൽ ശരീരം പൂർണ്ണമായും പങ്കെടുക്കും. അതിന് വേണ്ടിയിട്ടാണത്. പിന്നെ ലോകമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യാൻ പോകുന്നത് ഈ ഫൈനൽ വേർഷൻ്റെ തലത്തിലായിരിക്കണം. ഞാൻ എന്നുള്ള ആ പദം ബുക്ക് ഓഫ് മിർദാദ് എന്നുള്ള ഒരു പുസ്തകമുണ്ട്. മാജിക് വേർഡായിട്ടാണ് ഞാൻ എന്നുള്ള ഈ പദത്തെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലോകമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഞാൻ എന്ന പദം ഉപയോഗിക്കുമ്പോൾ എന്താണ് അവിടെ സൂചിപ്പിക്കുന്നത്? നമ്മൾ ഓരോ നിമിഷത്തിലും ഓരോ പേഴ്സണാലിറ്റിയെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ നമ്മുടെ ഉള്ളിൽ പല തരത്തിലുള്ള വടംവലികളുണ്ടാവും. അപ്പോൾ ഈ തരത്തിൽ വടംവലികൾ ഉണ്ടാവാതിരിക്കാൻ മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒരു നല്ല ഒരു ചിന്ത വായിക്കുകയോ മഹാത്മാക്കൾ എഴുതിയിട്ടുള്ള ഒരുപാട് നല്ല വചനങ്ങളുണ്ട്, അത് നമുക്ക് വായിക്കാം, അതേക്കുറിച്ച് ഇൻട്രോസ്പെക്റ്റ് ചെയ്യാം. സ്നേഹത്തെക്കുറിച്ചാണ് അവരെല്ലാവരും സംസാരിച്ചിട്ട്. ലോകമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കുകളാണ്, സംഭാഷണം. അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത് സംഭാഷണത്തിൽ ശ്രദ്ധിക്കുക എന്നതാണ്. എപ്പോഴും നമ്മൾ ഏറ്റവും ഉയർന്ന തലത്തിൽ നിന്ന് സംസാരിക്കാൻ നമ്മുടെ ഇച്ഛാശക്തി ഉപയോഗിക്കണം. അവിടെ നമ്മുടെ ശ്രമം, ചെറിയൊരു വിൽ പവർ ആവശ്യമുണ്ട്. നമ്മൾ ആദ്യം തന്നെ സൂചിപ്പിച്ചു, നമ്മുടെ ജീവിതത്തിൽ താഴേക്കുള്ള ടെൻഡൻസീസിനെ മാറ്റാൻ നമുക്ക് വിൽ പവർ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട്. അവിടെയാണ് സാക്രിഫൈസ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ സാക്രിഫൈസ്, യജ്ഞം എന്നുള്ള പദങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ പുറമേ ചെയ്യുന്ന കാര്യങ്ങളായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. പുറമേ തീർച്ചയായിട്ടും ചെയ്യാം, പക്ഷേ യജ്ഞത്തിൻ്റെ ഉദ്ദേശം മനസ്സിൻ്റെ ഡൈവേഴ്സിഫൈങ് ടെൻഡൻസീസ്, വിഘടിപ്പിക്കുന്ന പ്രവണതകളെ മാറ്റി നിർത്തിയിട്ട് ഏകീകൃതമായിട്ടുള്ള പേഴ്സണാലിറ്റി എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈ സാക്രിഫൈസ് നടത്തുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. ആദ്യത്തെ സാക്രിഫൈസ് എന്ന്, ത്യാഗം എന്ന് പറയുന്നത് നമ്മൾ ശുദ്ധീകരണ സമയത്ത് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഇംപ്രഷൻസ്, ഇനി വരാൻ പോകുന്ന ചിന്തകൾക്ക് സാധ്യതയുള്ള ഇംപ്രഷൻസിനെ ശുദ്ധീകരിക്കുക എന്നുള്ളത്. ക്ലീനിങ്ങിനെ പറ്റിയിട്ട്, ശുദ്ധീകരണത്തെ പറ്റി നമ്മൾ സെഷൻ നടത്തി. രണ്ടാമത്തേതെന്ന് പറയുമ്പോൾ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മുടേതായിട്ടുള്ള ചിന്തകൾ അത് മാറ്റി നിർത്തിയിട്ട് ആ ഒറിജിനലായിട്ടുള്ള സ്നേഹത്തിൻ്റെ ചിന്ത മാത്രം നിലനിർത്തുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇഗ്നോർ ചെയ്യുക. അവിടെയും നമ്മൾ വളരെ മൈൽഡായിട്ട് നമ്മുടെ വിൽ ഉപയോഗിക്കണം. നമ്മൾ ജീവിതത്തിൽ വിൽ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ അത് ആവശ്യമില്ലാത്ത സ്ഥലത്താണ്. നമ്മൾ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പല തരത്തിലെ പുല്ലുണ്ടാകുന്നത്. അത് മാറിയിട്ട് നമ്മുടെ യഥാർത്ഥ സ്നേഹത്തിൻ്റെ ചിന്തയിലേക്ക് കണക്റ്റ് ചെയ്യുക. അതാണ് രണ്ടാമത്തെ സാക്രിഫൈസ്. ഇനി അടുത്ത ത്യാഗം എന്ന് പറയുന്നത് സംസാരിക്കുമ്പോൾ ഞാൻ എന്നുള്ള പദം ഉപയോഗിക്കുമ്പോൾ സ്നേഹം നിറഞ്ഞ ഒരു ഹൃദയത്തോടു കൂടിയിട്ടാണ് അത് പറയുന്നത്. അദ്ദേഹം, അതായത് എൻ്റെ ഫൈനൽ വേർഷൻ ആയിട്ടുള്ള പരമഗുരുനാഥൻ എന്നൊക്കെ പറയും, സദ്ഗുരു, ഈശ്വരൻ എന്നെല്ലാം പറയും. ആ തലത്തിൽ നിന്നും നമ്മൾ സംസാരിക്കണം. അപ്പോൾ എങ്ങനെയായിരിക്കും അങ്ങനെ സംസാരിക്കുമ്പോൾ ഉണ്ടാവുക? എന്തായിരിക്കും ആ വാക്കുകളിൽ ഉണ്ടാവുക? അവിടെ അനാവശ്യമായിട്ടുള്ള മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ ഉണ്ടാവില്ല. ആദ്യം തന്നെ സൈലൻസിലാണ് നമ്മൾ തുടങ്ങുക. പോസ്, കണക്റ്റ് ചെയ്യുക. എന്നിട്ട് സംസാരിക്കണോ സംസാരിക്കണ്ടേ എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാവും, ഉള്ളിൽ നിന്ന് തന്നെ വരും. നമുക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കും.
സംസാരിക്കാൻ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഓഡിയൻസുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നർ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. എന്തായിരിക്കും അവിടെ പറയേണ്ടത്, അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് വരാൻ തുടങ്ങുന്നു ക്രമേണ. നമ്മൾ നമ്മുടെ നാവ് ഉപയോഗിക്കുമ്പോൾ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പറയരുത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു, അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ചയത് സ്വാധ്യായനം ച. ഇതെല്ലാം തപം, എന്നാണ് സാക്രിഫൈസ്. നമ്മുടെ ഉള്ളിൽ നടക്കേണ്ട മാറ്റം. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയരുത്. കാരണം നമ്മൾ വേറൊരാളെ വേദനിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ തന്നെയാണ് വേദന അനുഭവിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കൂ, അത് പറഞ്ഞതിന് ശേഷം ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ക്രോധം നമുക്കൊരു പ്രശ്നമായിട്ട് വരുന്നു. ആങ്കർ ഒരു പോയ്സണാണ് എന്നാണ് സഹജമാർഗത്തിൻ്റെ ആദ്യ ഗുരുവായിട്ടുള്ള ലാലാജി മഹാരാജ് പറഞ്ഞത്. പോയ്സൺ ടു സ്പിരിച്വാലിറ്റി. കാരണം ആങ്കർ വരുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് ഇഷ്ടപ്പെടാത്ത, എൻ്റെ ആഗ്രഹങ്ങൾക്ക് വിപരീതമായിട്ട് എന്തോ സംഭവിക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ വളരെ വളരെ ഡോമിനേറ്റ് ചെയ്യണം എൻ്റെ ഏതോ ഒരു പേഴ്സണാലിറ്റി. ആയിരക്കണക്കിന് പേഴ്സണാലിറ്റിയിൽ ഒരു പേഴ്സണാലിറ്റി അവിടെ ഡോമിനേറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ദേഷ്യം വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഫ്ലോനെ ബ്ലോക്ക് ചെയ്യുന്നു. യൂണിഫൈഡ് പേഴ്സണാലിറ്റിയിൽ നിന്നുള്ള പിന്നെ ഫ്ലോ വരുന്നു. പിന്നെ ഏതോ ഒരു ലോവർ തലത്തു നിന്നാണ് പിന്നെ നമ്മുടെ വാക്കുകൾ വരുന്നത്. അപ്പോൾ അത് ഹൃദയങ്ങളെ വേദനിപ്പിക്കുന്നു, സ്പർശിക്കുന്നില്ല. ചിലപ്പോൾ വലിയ വലിയ കാര്യങ്ങളായിരിക്കും പറയുന്നുണ്ടാവുക, പക്ഷേ വേദനിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫലപ്രദമാവില്ല. അപ്പോൾ കാത്തു നിൽക്കുക, വേദനിപ്പിക്കാത്ത രീതിയിൽ സംസാരിക്കുക. ദേഷ്യത്തിൻ്റെ ഒരു ലക്ഷണം എന്താണ്? നമ്മൾ ഉറക്കെ സംസാരിക്കുന്നു. രണ്ടുപേര് ദൂരെ നിൽക്കുമ്പോഴാണ് ഉറക്കെ സംസാരിക്കുക. അപ്പോൾ ദൂരെ എന്നുള്ളൊരു തോന്നൽ, ഹൃദയങ്ങൾ അകലുക. അപ്പോൾ ദൂരം എന്ന് പറയുന്നത് ഫിസിക്കലായിട്ട് ഡിസ്റ്റൻസ് മാത്രമല്ല, മാനസികമായിട്ട് ഡിസ്റ്റൻസാണ് സൂചിപ്പിക്കുന്നത്. തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരോട് എന്തിനാണ് ഉറക്കെ സംസാരിക്കുന്നത്? അപ്പോൾ ഉറക്കെ സംസാരിക്കുമ്പോൾ അത് ദേഷ്യത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് ആണ് കരുതപ്പെടുക. അതുകൊണ്ട് ഉറക്കെ ഒച്ചയിട്ടുകൊണ്ട് സംസാരിക്കരുത്. ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട്, സ്നേഹത്തോട് കൂടിയിട്ട്, കണ്ണുകളിലേക്ക് നോക്കി, ഉള്ളിൽ കമ്പാഷനോട് കൂടിയിട്ട് ഈ പറയുന്ന വാക്കുകൾ കേൾക്കുന്ന വ്യക്തിക്ക് ഗുണകരമാവണം. ഇപ്പോൾ ഒരു ഡോക്ടർ പേഷ്യൻറ്റിനോട് സംസാരിക്കുമ്പോൾ മരുന്നിനേക്കാളും ഫലം ചെയ്യുന്നത് വാക്കുകളാണ്. എനിക്കെപ്പോഴും തോന്നാറുണ്ട്, മരുന്നുകൾ നൽകുന്നത് ഏതോ കമ്പനികളാണ്, നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് തന്നതും വേറെ കമ്പനികളാണ്. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം ശരീരവും അതും നമ്മൾ വിട്ടിട്ട് പോകും. നമ്മുടേതായിട്ട് എന്താണ് ഈ ലോകത്തിൽ നമുക്ക് കൊടുക്കാനുള്ളത്? നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, സംഭാഷണം. അത് പെർമനൻ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും, ഹൃദയത്തിനെ ആഴത്തിൽ സ്പർശിക്കും. അപ്പോൾ ഹൃദയത്തിലേക്കുള്ള ഏറ്റവും എളുപ്പവഴി കമ്മ്യൂണിക്കേഷൻ വാക്കുകളിലൂടെയാണ്. പിന്നെ വേറൊരു കാര്യം, പറയുന്നത് തന്നെയായിരിക്കണം നമ്മൾ മീൻ ചെയ്യുന്നത്. സേ വാട്ട് യു മീൻ ആൻഡ് മീൻ വാട്ട് യു സേ. നമ്മളൊന്ന് ഉള്ളിൽ ചിന്തിക്കുക, വേറൊന്ന് പറയുക. അത് കേൾക്കുന്നവന് പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, കൺവിക്ഷനോട് കൂടിയിട്ടാണ് പറയുന്നത് എങ്കിൽ അത് തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നോളജിൽ നിന്നും കേട്ടറിവിൽ നിന്നും എല്ലാം സംസാരിക്കുമ്പോൾ അവർ കേൾക്കുന്നുണ്ടാവും, പക്ഷേ അത് സ്പർശിക്കുന്നുണ്ടാവില്ല. ഇപ്പോൾ സത്യം പറയണം എന്ന് പറയുന്ന ഒരാൾ സത്യം പറയുന്നില്ലെങ്കിൽ അതിന് ഫലം ഉണ്ടാവില്ല. ദേഷ്യം മാറണം എന്ന് പറയുന്ന ഒരു വ്യക്തി എപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെയാണ് ഇത് എഫക്റ്റ് ചെയ്യുക? അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിജി പറയുന്നത്, ബി ദ ചേഞ്ച് ദാറ്റ് യു വാണ്ട് ടു ബ്രിങ് ഇൻ ദിസ് വേൾഡ്. സ്വന്തം ഉള്ളിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. മഹാത്മാഗാന്ധിജിയുടെ ജീവിത യാത്രയിൽ അദ്ദേഹം എപ്പോഴും സത്യാഗ്രഹം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ആരാണ് ഈ സത്യം ആഗ്രഹിക്കുന്നത്? ഞാൻ കൂടുതൽ ഉയർന്ന സത്യത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. കൂടുതൽ ആ ഹൃദയേശ്വരനിലേക്ക് അടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സത്യം ഈശ്വരൻ തന്നെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ സത്യാഗ്രഹം നമ്മൾ ഉള്ളിൽ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംഭാഷണം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹിംസ പാടില്ല. ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ ഹിംസ പാടില്ല. അഹിംസ. സ്നേഹത്തിന് ഹിംസ ആവശ്യമില്ല. 3 തരത്തിലാണ് ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുക എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും
ഡെപ്തിൽ ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സ്നേഹത്തിൽ നിറഞ്ഞ ഇൻഫ്ലുവൻസ് എന്ന് പറയും. അങ്ങനെയുള്ള പ്രവൃത്തിയിലാണ്. വാക്കുകൾ സംസാരിക്കണമെങ്കിൽ സംസാരിക്കേണ്ട, നമ്മുടെ സൈലൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മൾ ഉണ്ടാവുക, പ്രസൻറ്റ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ അത് കുറേ പറയേണ്ട കാര്യമില്ല. വേണ്ട സമയത്ത് സംസാരിക്കുക, വേണ്ടാത്ത സമയത്ത് സംസാരിക്കാണ്ടിരിക്കുക. പിന്നെ ഇരട്ട അർത്ഥങ്ങളുള്ള വാക്കുകൾ പ്രയോഗിക്കാണ്ടിരിക്കുക. നമ്മളൊന്ന് പറയുന്നു, പക്ഷേ അതിൻ്റെ ഉള്ളിൽ വേറൊരു അർത്ഥമുണ്ട്. നമുക്കറിയാം, അതിന് എക്സാമ്പിൾ പറയേണ്ട ആവശ്യമില്ല. എന്നിട്ട് പറയുക ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ ഉദ്ദേശിച്ചത് അതല്ല എന്നുള്ളത് കേട്ടാൾക്ക് തന്നെ മനസ്സിലാവും, എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവും. അപ്പോൾ ഇക്വിവൊക്കേഷൻ പാടില്ല. ഹൈ പിച്ച് ലോ പിച്ചിലേക്ക് കൂടുതൽ പോകാതിരിക്കുക. സംഭാഷണം നടത്തേണ്ട സമയത്ത് സംഭാഷണം ചെയ്യുക. എപ്പോഴും സെൻറ്റർ ചെയ്തതിന് ശേഷം സംസാരിക്കുക. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ ഹിതത്തിനനുസരിച്ചിട്ട് വേണ്ടിയിട്ട് സംസാരിക്കുക. സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് ന ബ്രൂയാത് സത്യം അപ്രിയം എന്നുള്ള ഒരു സൂക്തമുണ്ട്. സത്യം പറയണം, പക്ഷേ വേദനിപ്പിക്കുന്ന രീതിയിൽ പറയരുത്. വേദനിപ്പിക്കുന്ന രീതിയിൽ പറയുമ്പോൾ, ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ പറയുമ്പോൾ അത് എഫക്റ്റ് ഉണ്ടാക്കില്ല. അപ്പോൾ ഇത്രയും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ അത് ഒരു എക്സ്പെരിമെൻ്റാണ്, നമ്മുടെ സംഭാഷണത്തിൽ കൊണ്ടുവരേണ്ട ഒരു എക്സ്പെരിമെൻ്റാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്? ഞാനൊരു ഉയർന്ന വേർഷനിലേക്ക് എത്താൻ. അപ്പോൾ നമ്മൾ ഈ തരത്തിലുള്ള ത്യാഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ടൊരു കണക്ഷൻ ലഭിക്കാൻ തുടങ്ങുന്നു. നമ്മുടെ ജീവിതത്തിൽ എല്ലാം നൽകുന്ന ജീവൻ, ലൈഫ് ഫോഴ്സ്, സകലർക്കും അത് തന്നെയാണ് ശക്തി നൽകുന്നത്. അതിൻ്റെ സ്രോതസ്സ് എല്ലാവരിലും ഒന്ന് തന്നെയാണെങ്കിൽ അവിടേക്ക് എത്തിച്ചേർന്നാൽ എന്തായിരിക്കും? എല്ലാവരെയും കണക്ട് ചെയ്യുന്ന ആ സ്രോതസ്സ്. ഛാന്തോക്യോപനിഷത്തിൽ സാമൻ എന്ന് പറയുന്നു, ഹൃദയത്തിലൂടെ ഒഴുകുന്ന ആ പ്യൂരിറ്റി. ഇപ്പോൾ ഒരു ഗംഗ എടുക്കുകയാണ്, ഗംഗയുടെ പ്യൂർ ഫ്ലോ എല്ലാ അരുവികളിലും ഉണ്ടെങ്കിൽ എന്തായിരിക്കും? അപ്പോൾ നമ്മുടെ ഉള്ളിലും ആ പ്യൂരിറ്റി ഉണ്ട്. പ്യൂരിറ്റിയുടെ ആ ലെവലിൻ്റെ ഹയസ്റ്റ് എന്തായിരിക്കും? അവിടേക്ക് എനിക്ക് എത്തിച്ചേരണം. അതിന് ഗൈഡൻസ് ലഭിക്കാൻ നമുക്ക് തുടങ്ങുന്നു ഓട്ടോമാറ്റിക്കായിട്ട്. സംശയങ്ങളില്ലാണ്ടാവും ആ ഗൈഡൻസ് നമുക്ക് സ്വീകരിക്കാൻ തയ്യാറാവും. അപ്പോൾ ഇനി വരാൻ പോകുന്ന സെഷൻസിൽ എവിടെ നിന്നാണ് ഗൈഡൻസ് വരുന്നത്, ആ ഗൈഡൻസ് നമുക്ക് എങ്ങനെ ലഭിക്കുന്നു, അതെങ്ങനെ നമ്മുടെ ഈ ജീവിതയാത്രയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ചായിരിക്കും. അടുത്ത സെഷൻ വരേക്കും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.